ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺസ്. എന്താണ് കാർബോകാറ്റയോൺസ്? പോസിറ്റീവ്ലി ചാർജ്ഡ് കാർബണെയാണ് നമ്മൾ കാർബോകാറ്റയോൺ, അതല്ലെങ്കിൽ കാർബോണിയം അയോൺ, അമോണിയം അയോൺ എന്ന് പറയുന്ന പോലെ പോസിറ്റീവ് ചാർജ് കാർബൺ ഈസ് ഐദർ കോൾഡ് കാർബോകാറ്റയോൺ ഓർ കാർബോണിയം അയോൺ. ഇത്തരത്തിൽ ഒരു സി പോസിറ്റീവ് ഉണ്ടാകുന്നതിൻ്റെ സാധ്യതകളെന്ന് പറയുന്നത് ഒരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്, അതല്ലെങ്കിൽ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ആ റിയാക്ഷൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് ഇവിടെ ഒരു ഇലക്ട്രോൺ ഷിഫ്റ്റ് നടക്കും. അത് പല ഘടകങ്ങളും അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മെക്കാനിസം മാത്രം നോക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇലക്ട്രോൺ ഷിഫ്റ്റ് നടക്കുകയാണെങ്കിൽ ഈ കാർബണിന് പോസിറ്റീവ് ചാർജും ഇവിടെ നെഗറ്റീവും വരും. അതുപോലെ ഒരു ട്രിപ്ലി ബോണ്ടഡ് കാർബൺ ആണെങ്കിലും ഇലക്ട്രോൺ ഷിഫ്റ്റ് ഇങ്ങനെ നടന്നാൽ ഈ കാർബൺ പോസിറ്റീവ് ചാർജും ഇത് നെഗറ്റീവ് വരും. അപ്പോൾ ഈ C+ മറ്റൊരു CH3 ഗ്രൂപ്പിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കേസാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ കാർബണിലെ പോസിറ്റീവ് ചാർജിനെ എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യാം? നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾ C+ അറ്റാച്ച് ടു അനദർ കാർബൺ വിച്ച് ക്യാരീസ് 3 ഹൈഡ്രജൻ ആറ്റംസ്. ഇതിൻ്റെ സ്റ്റെബിലൈസേഷന് ഈ പോസിറ്റീവ് ചാർജ് സ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇലക്ട്രോൺ വന്നു ചേരണം. അപ്പോൾ ഇവിടെ ഇലക്ട്രോണിൻ്റെ ഒരു ഷോർട്ടേജ് വരുമ്പോൾ ഈ ഇലക്ട്രോൺ ഷോർട്ടേജ് നികത്താനായിട്ട് ഈ കാർബണിൻ്റെ ചുറ്റുമിരിക്കുന്ന ഹൈഡ്രജന് ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഹൈഡ്രജൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള ഈ 2 ഇലക്ട്രോൺ ബോണ്ടിനെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഫലമായിട്ട് അവിടെയുള്ള ഹൈഡ്രജന് കാർബണുമായിട്ട് ബന്ധമില്ലാത്ത ഒരവസ്ഥ വരുന്നു. മറ്റ് ഹൈഡ്രജൻസ് ബോണ്ടഡ് സ്റ്റേറ്റിലുമാണ്. ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഈ കാർബണും തമ്മിൽ ഒരു ഡബിൾ ബോണ്ട് അറ്റൈൻ ചെയ്യുന്നു. പോസിറ്റീവ് ചാർജ് ഹൈഡ്രജന് വരുന്നു. ഈ ഹൈഡ്രജൻ ഇങ്ങനെ ഒരു നോ ബോണ്ട് സ്ട്രക്ചർ ഫോം ചെയ്തെങ്കിൽ എല്ലാ ഹൈഡ്രജൻസും ഇക്വലൻ്റ് ആയതുകൊണ്ട് ഈ സാധ്യത മറ്റ് ഹൈഡ്രജനും കൂടി ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്ട്രക്ചർ H+, സെക്കൻഡ് ഹൈഡ്രജൻ H+ ആകുക, നോ ബോണ്ട്. ഇവിടെ അപ്പോഴേക്കും ബോണ്ട് വരുന്നു, ഇവിടെ ബോണ്ട് വരുന്നു, ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് അവിടെ തന്നെ ഉണ്ടാവും. അടുത്ത സ്ട്രക്ചർ തേർഡ് ഹൈഡ്രജനാണ്. തേർഡ് ഹൈഡ്രജൻ ഷെയർ ചെയ്യുമ്പോൾ കാർബൺ അവിടെ ബോണ്ടില്ല, ഇവിടെ ബോണ്ടുണ്ട്, ഇവിടെ ബോണ്ടുണ്ട്, ഡബിൾ ബോണ്ട് C. അങ്ങനെ ഈ കാർബോകാറ്റയോണിൻ്റെ പോസിറ്റീവ് ചാർജ് ഈ 3 ഹൈഡ്രജൻ ആറ്റവും തങ്ങൾക്കുള്ള ബോണ്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഷെയർ ചെയ്യുന്ന ഒരവസ്ഥയാണ്. അപ്പം ഇതൊരു സാക്രിഫൈസ് അല്ലേ? നമ്മുടെ മഹാഭാരതത്തിലെ കർണനെ പോലെ ഇവരുടെ ആത്മരക്ഷാർത്ഥം ഉള്ള കാർബൺ ഹൈഡ്രജൻ ബോണ്ടാണ്. ഹൈഡ്രജൻ്റെ സ്റ്റെബിലിറ്റിയാണ് ഈ ബോണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റെബിലിറ്റിക്ക് വേണ്ടുന്ന ഇലക്ട്രോണിനെ മറ്റൊരാളെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദാനം ചെയ്തുകൊണ്ട് ഈ ഹൈഡ്രജൻ അവിടെ തന്നെ നിന്നുകൊണ്ട് ഈ കാർബോകാറ്റയോണിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇതിനെ പറയുന്നത് ദാനശീലനായ കർണൻ്റെ സാക്രിഫൈസാണ് ഈ ഹൈഡ്രജൻസ് 3 ഇവിടെ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിനെ സാക്രിഫിഷ്യൽ ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറയാം. സാക്രിഫിഷ്യൽ ഹൈപ്പർ കോൺജുഗേഷൻ. ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് വരുന്നത് ഈ കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റിയാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഇത് ഈ CH3 C+ എന്ന് പറയുന്ന ഒരു പ്രൈമറി കാർബോകാറ്റയോണാണ്. ഇനി 2 CH3 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുവാണെങ്കിൽ CH3 ട്വൈസ് C+ വരുമ്പോഴേക്ക് അതൊരു സെക്കൻഡറി കാർബോകാറ്റയോണാണ്. അപ്പോൾ സെക്കൻഡറി കാർബോകാറ്റയോണിൽ ഇതുപോലെ 2 CH3 ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ആ 2 CH3 എന്ന് പറയുന്നത് ഇവിടെ 3 CH ബോണ്ട്സും ഇവിടെ വീണ്ടും 3 CH ബോണ്ടും. അപ്പോൾ ടോട്ടൽ 6 ഹൈഡ്രജൻസ് അവിടെ ഈ നോ ബോണ്ട്, ഇതിനെ നമുക്ക് നോ ബോണ്ട് റെസൊണൻസ് എന്ന് വിളിക്കാം. ബിക്കോസ് ദർ ഈസ് എ സ്ട്രക്ചർ വെയർ ദർ ഈസ് നോ ബോണ്ട് ബിറ്റ്വീൻ കാർബൺ ആൻഡ് ഹൈഡ്രജൻ.
and that is resonating, that is shared by all the hydrogen atoms. So that is called a no bond resonance. അപ്പോൾ ഇവിടെ അങ്ങനെ 6 ഹൈഡ്രജൻസ് ഇതുപോലെ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പ്രൈമറി കാർബോ കാറ്റയോണിനേക്കാളും സ്റ്റെബിലിറ്റി കൂടുതലാണ് സെക്കൻഡറി കാർബോ കാറ്റയോണിന്. ഇനി വീണ്ടും ടെർഷ്യറി വരുമ്പോഴത്തേക്ക് CH3 ത്രൈസ് C+ ആണ്. ഇത് വീണ്ടും 3 ഹൈഡ്രജനും കൂടെ അവിടെ ആഡ് ചെയ്യാണ്. അങ്ങനെ മൊത്തം 9 ഹൈഡ്രജന് ഈ ഹൈപ്പർ കോൺജുഗേഷന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ടെർഷ്യറി കാർബോ കാറ്റയോൺ CH3 ത്രൈസ് C+ is more stable than CH3 twice C+, which is more stable than CH3 C+. ഇതാണ് സാക്രിഫിഷ്യൽ ഹൈപ്പർ കോൺജുഗേഷൻ. അതായത് നമ്മുടെ ഈ ഹൈഡ്രജൻ ആറ്റം, ഈ കുഞ്ഞു ഹൈഡ്രജൻ ആറ്റം എല്ലാം കർണൻ്റെ പിൻഗാമികളെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ദാനശീലരായ കൊച്ചു ഹൈഡ്രജൻ ആറ്റംസ്. ഓക്കെ, താങ്ക് യു.